കാശി വിശ്വനാഥ ക്ഷേത്ര കവാടമാണിത്. വിജനമായ ഗലികളിലൂടെ നടക്കുമ്പോൾ ബിസ്മില്ലാ ഖാനെയാണ് ഓർമ്മ വന്നത്. ഗംഗയിൽ മുക്കി ശുദ്ധമാക്കിയ ശേഷം മുളം കട്ടിലിൽ മൃതദേഹങ്ങൾ മണികർണിക കെട്ടിൽ. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു വാന നിരീക്ഷണ കേന്ദ്രം ഈ കെട്ടിടത്തിന് മുകളിലുണ്ട്. വാരണാസിയുടെ തിരക്കേറിയ തെരുവുകളിലേക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട് തിരക്കിൽ നിന്ന് നിശബ്ദതയിലേക്ക്. ദശാശ്വമേധഘട്ടിൽ പൂഴി വാരിയിട്ടാൽ നിലത്ത് വീഴാത്തത്ര നെയ്ത്തുകാരനും മുസ്ലിമുമായ തന്നെ രാമാനന്ദ് ശിഷ്യനാക്കില്ല. വിന്ധ്യ പർവ്വതം കടന്നാൽ കാശിയായി. വാരണാസി എന്നും ബനാറസ് എന്നും മാറി മാറി വിളിപ്പേരുള്ള കാശി. പ്രാചീന ഗ്രന്ഥങ്ങളിൽ അവിമുക്തി ക്ഷേത്ര, മഹാശ്മശാൻ എന്നൊക്കെ അറിയപ്പെടുന്ന കാശി. വിന്ധ്യനിൽ നിന്നും ഖനനം ചെയ്തെടുത്ത ചുനാർ സാൻഡ്സ്റ്റോണുകൾ കൊണ്ടാണ് കാശിയിലെ ഘട്ടുകളും കെട്ടിടങ്ങളും തെരുവുകളും ചത്വരങ്ങളും ഒക്കെ നിർമ്മിച്ചിട്ടുള്ളത്. കാശി വിശേഷങ്ങളുമായി ഒരുങ്ങിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രയാഗ്രാജിലെ കുംഭമേളയുടെ തിരക്കിൽ നിന്ന് ഇന്നുച്ചയ്ക്ക് കാശിയിൽ വന്നിറങ്ങിയപ്പോൾ ഇവിടെ അതിലേറെ തിരക്കാണ്. കുംഭമേളയ്ക്ക് വരുന്നവരെല്ലാം കാശിയിലെത്തുന്നു. കാശിയിലെ തെരുവുകൾ ജനത്തിരക്കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ കവാടമാണിത്. നല്ല തിരക്കാണ്. 8-9 മണിക്കൂർ ക്യൂ നിന്നിട്ട് വേണം അകത്തു കയറാൻ. കണക്കുകൂട്ടിയതിന് വിപരീതമായി പ്രയാഗ്രാജിൽ 2-3 ദിവസം അധികം നിൽക്കേണ്ടി വന്നു. അതുകൊണ്ട് തിരിച്ചുള്ള യാത്ര എല്ലാം പ്രശ്നത്തിലായി. അങ്ങനെ നമ്മൾ ദശാശ്വമേധഘട്ടിലെത്തി. ശിവനെ കാശിയിലേക്ക് ആനയിക്കാൻ ബ്രഹ്മാവ് 10 കുതിരകളെ ഉപയോഗിച്ച് യാഗം നടത്തിയ ഐതിഹ്യമാണ് ദശാശ്വമേധഘട്ടിനുള്ളത്. 1748 പേഷ്വാ ബാലാജി ബാജിറാവുവും പിന്നീട് 1774 ഇൻഡോ രാജ്ഞിയായ അഹല്യാബായി ഹോൾക്കറും ദശാശ്വമേധഘട്ട് പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ട്. കാശിയിലെ വിശ്വനാഥ ക്ഷേത്രം അടക്കം ഒരുപാട് ഇടങ്ങളും പുനർനിർമ്മാണം റാണി അഹല്യാബായി നടത്തിയിട്ടുണ്ട്. അശ്വമേധം നടക്കുന്നതിന് മുൻപ് ഈ ഘട്ടിൻ്റെ പേർ രുദ്രസരസ എന്നായിരുന്നു. പ്രാചീന ഗ്രന്ഥങ്ങളിൽ പറയുന്നു. എല്ലാ ദിവസവും വൈകുന്നേരമുള്ള ഗംഗാ ആരതി ആണ് ദശാശ്വമേധഘട്ടിൻ്റെ ഒരു പ്രാധാന്യം. ഗംഗാ സേവാനിധി എന്ന ഒരു NGO ആണ് ഗംഗാ ആരതിയുടെ ചുമതല വഹിക്കുന്നത്. ഗംഗാരതി കണ്ടുകൊണ്ട് കാശിയെക്കുറിച്ച് മറ്റൊരു കഥ കൂടി കേൾക്കൂ. പണ്ട് ദേവദാസർ എന്നൊരു രാജാവ് കാശി ഭരിച്ചിരുന്നു. അക്കാലത്ത് ശിവൻ മന്ദരപർവ്വതത്തിലായിരുന്നു. ദേവദാസൻ ബ്രഹ്മാവിനെ തപസ്സു ചെയ്ത് ഒരു വരം വാങ്ങി. താൻ ഭരിക്കുന്നിടത്തോളം കാലം ഈ കാശിയിൽ ദൈവങ്ങൾ പ്രവേശിക്കരുത് എന്നതായിരുന്നു അത്. കാശിയിലുള്ള ജനങ്ങളെയും അവിടുത്തെ ഭക്തരെയും നല്ല രീതിയിൽ സംരക്ഷിക്കാം എന്ന നിബന്ധനയിൽ ആ വരം നൽകി. ദേവദാസൻ നല്ലൊരു രാജാവായിരുന്നു. അദ്ദേഹത്തിന് കീഴിൽ കാശിയിലെ ജനത സംതൃപ്തരായിരുന്നു. ശിവൻ പക്ഷേ ദുഃഖിതനായിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ ഇഷ്ടദേശമായ കാശിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നില്ല. രാജാവിനെ പ്രകോപിപ്പിച്ച് ഉടമ്പടി തെറ്റിക്കാൻ അദ്ദേഹം 64 യോഗിനിമാരെ കാശിയിലേക്ക് അയച്ചു. പക്ഷേ കാശിയിലെത്തിയ യോഗിനിമാർ കാശിയുടെ സൗന്ദര്യത്തിലും മാസ്മരികതയിലും ആകൃഷ്ടരാകുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. നിരാശനായ ശിവൻ പിന്നീട് സൂര്യദേവനെ അങ്ങോട്ട് അയക്കുന്നു. സൂര്യദേവൻ ഒരു ബ്രാഹ്മണന്റെയും കച്ചവടക്കാരൻ്റെയും പണ്ഡിതൻ്റെയും ഒക്കെ വേഷത്തിൽ പലതവണ രാജധാനിയിൽ എത്തിയെങ്കിലും
ദേവദാസ മഹാരാജാവിൽ ഒരു തെറ്റും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദുഃഖിതനായ ശിവൻ ബ്രഹ്മാവിൽ തന്നെ അഭയം പ്രാപിച്ചു. ബ്രഹ്മാവ് ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷത്തിൽ രാജാവിനെ സന്ദർശിക്കുകയും ഒരു അശ്വമേധയാഗം നടത്താൻ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. രാജാവ് എല്ലാ സഹായവും നൽകുകയും രുദ്രസരസ് എന്ന സ്ഥലത്ത് വെച്ച് ബ്രഹ്മാവ് അശ്വമേധയാഗം നടത്തുകയും ചെയ്തു. ആ രുദ്രസരസ് അല്ലെങ്കിൽ രുദ്ര സരോവർ പിന്നീട് ദശാശ്വമേധഘട്ട് എന്ന് അറിയപ്പെട്ടു. ഗംഗാരതി കഴിഞ്ഞു. ഒപ്പം തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാം ദീപാരാധനയും കഴിഞ്ഞു. ഇനി തിരികെ റൂമിലേക്ക് യാത്രയാവുകയാണ്. നാളെ രാവിലെ വീണ്ടും വരാം. വാരണാസി റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള താമസ സ്ഥലത്ത് നിന്ന് ഒരു ഓട്ടോ പിടിച്ച് രാവിലെ തന്നെ വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരെ എത്തി. ഇവിടുന്ന് അങ്ങോട്ട് വാഹനങ്ങൾ വിടുന്നില്ല. അപ്പം ഇവിടെ ഇറങ്ങി നടക്കാൻ തുടങ്ങി. കാശിയുടെ കാവൽക്കാരൻ കാലഭൈരവനാണ്. കാലഭൈരവ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് പോകുന്നത്. കാലഭൈരവൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഒരു കഥ പറയാം. ഒരിക്കൽ വിന്ധ്യൻ്റെ തപസ്സിൽ സംപ്രീതനായി നാരദമുനി പ്രത്യക്ഷപ്പെടുത്തേ. അഷ്ടാംഗർച്ചന നടത്തി തന്നെ സ്വീകരിച്ച വിന്ധ്യനിൽ നാരദൻ സംപ്രീതനായി. എങ്കിലും പോകുന്നതിന് മുമ്പ് അദ്ദേഹം സ്ഥിരം അടവ് പുറത്തെടുത്ത് പറഞ്ഞു, മേരുപർവ്വതം താനാണ് വിന്ധ്യനേക്കാൾ വലുത് എന്ന് മേനി നടിക്കുന്നുണ്ടല്ലോ എന്ന്. ഇത് കേട്ട് സഹിക്കാതെ വിന്ധ്യൻ സ്വയം ഉയരം കൂട്ടാൻ തുടങ്ങി. നമ്മളിപ്പോൾ കാലഭൈരവ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി കേട്ടോ. ഇവിടെയും ഭയങ്കര തിരക്കാണ്. 2-3 കിലോമീറ്ററൊക്കെ ക്യൂ ഉണ്ട്. എന്തായാലും തൽക്കാലം നമുക്ക് കാലഭൈരവൻ നടത്തി ക്ഷമാപണം നടത്തി അടുത്ത് തന്നെയുള്ള മഹാമൃത്യുഞ്ജയ ക്ഷേത്രത്തിൽ പോയിട്ട് വരാം. വരുമ്പോഴേക്ക് തിരക്ക് കുറയുമോ എന്ന് നോക്കാമല്ലോ. നമ്മൾ കഥ എവിടെയാണ് നിർത്തിയത്? അപ്പോൾ വിന്ധ്യനേക്കാൾ വലുതാണ് മേരുപർവ്വതം എന്ന് മേനി നടിക്കുന്നുണ്ട് എന്ന് നാരദൻ്റെ വാക്ക് കേട്ട് വിന്ധ്യൻ സ്വയം ഉയരം കൂട്ടാൻ തുടങ്ങി. ഉയർന്നുയർന്ന അവസാനം സൂര്യരശ്മികൾ വരെ കാശിയിൽ പതിയാതായി. ദേവന്മാർക്ക് കാശിയിലെത്താൻ പറ്റാതായി. അവർ ബ്രഹ്മാവിനെ അഭയം പ്രാപിച്ചു. ബ്രഹ്മാവ് അഗസ്ത്യമുനിയോട് ഇതിനൊരു തീരുമാനമുണ്ടാക്കാൻ പറഞ്ഞു. അഗസ്ത്യമുനി കാശി വിശ്വനാഥൻ്റെ ദ്വാരപാലനായ കാലഭൈരവനോട് തൽസ്ഥാനത്തു നിന്ന് തെക്കോട്ട് മാറാൻ അഭ്യർത്ഥിച്ചു. ഇതറിഞ്ഞ വിന്ധ്യൻ പരിഭ്രാന്തനായി. കാശി വിശ്വനാഥൻ്റെ സമീപ്യമില്ലെങ്കിൽ തൻ്റെ എല്ലാ പ്രാധാന്യവും നഷ്ടപ്പെടുമെന്ന ബോധ്യമുള്ള വിന്ധ്യൻ അഗസ്ത്യമുനിയോട് മാപ്പപേക്ഷിക്കുകയും തൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് ചുരുങ്ങുകയും ചെയ്തു. കാലഭൈരവന് കാശിയിലുള്ള പ്രാധാന്യം തെളിയിക്കുന്നതാണ് ഈ കഥ. കാലഭൈരവനെ കാണാതെ കാശിയിൽ നിന്ന് മടങ്ങരുതെന്നാണ് പറയുക. ഈ ഇടത്തെരുവിലൂടെ മഹാമൃത്യുഞ്ജയ ക്ഷേത്രം അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേയായി. ഒരു സന്യാസി സൈഡിലിട്ടുന്ന അനുഗ്രഹം എടുക്കുന്നുണ്ട്. എന്നെ പിറകിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ക്യാമറ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. സന്യാസി വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ട്. പ്രശസ്തിയിൽ താല്പര്യമുള്ള സന്യാസിയാണെന്ന് തോന്നുന്നു. മഹാമൃത്യുഞ്ജയ ക്ഷേത്രം അന്വേഷിച്ച് നടക്കണം. അങ്ങനെ നമ്മൾ മഹാമൃത്യുഞ്ജയ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി. കാശിയിലെ ശിവനെ പല രൂപത്തിൽ ആരാധിക്കുന്നുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട രൂപമാണ് മൃത്യുഞ്ജയൻ. മൃത്യുഞ്ജയൻ എന്ന് പറഞ്ഞാൽ മൃത്യുവിനെ ജയിച്ചവൻ എന്നാണ് അർത്ഥം.
പക്ഷേ മരണഭയത്തെ ജയിക്കാൻ എല്ലാവർക്കും സാധിക്കും. നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി. ക്ഷേത്രത്തിനകത്ത് പ്രധാന ഇത് ഈ കിണറാണ്. ഈ കിണറിൽ നിന്ന് വെള്ളം കോരിയിട്ട് ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എല്ലാ അസുഖങ്ങളിൽ നിന്നും മൃത്യുഭയത്തിൽ നിന്നും മോചനം കിട്ടുമെന്നാണ്. അപ്പോൾ എല്ലാവർക്കും വെള്ളം കോരി കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഞാനും കുടിച്ചു. ക്ഷേത്രത്തിനകത്തേക്ക് നമ്മൾ ക്യാമറ കൊണ്ടുവന്നില്ല. ഏറ്റവും അകത്തേക്ക് ക്യാമറ കൊണ്ടുവന്നില്ല. ക്ഷേത്രത്തിനകത്ത് തന്നെയാണ് നമ്മളെപ്പോഴും. പക്ഷേ ഗർഭഗൃഹത്തിനുള്ളിലേക്ക് നമ്മൾ കൊണ്ടുവന്നില്ല. നമ്മൾ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി വീണ്ടും നമ്മൾ കാലഭൈരവൻ്റെ അടുത്തെത്തി. ഇവിടുത്തെ ക്യൂവിനൊന്നും ഒരു കുറവുമില്ല. ഇപ്പം കാലഭൈരവനെ വീണ്ടും ഒന്നുകൂടി ക്ഷമ പറഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലെ ക്യൂ കണ്ടോ? ഇവരെല്ലാവരും ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. ഈ ഭാഗത്ത് ഓട്ടോ കുറവാണ്. ഒരു സൈക്കിൾ റിക്ഷയിൽ കയറി ദശാശ്വമേധഘട്ടിലേക്ക് പോകണം. അതാണ് അടുത്ത പ്ലാൻ. ദശാശ്വമേധഘട്ടിലേക്ക് ഒരു സൈക്കിൾ റിക്ഷയിൽ കയറിപ്പോയി. എൻ്റെ നെറ്റിയിലെ ഈ ചിത്രപ്പണികൾ കണ്ടോ? ആ മഹാമൃത്യുഞ്ജയ ക്ഷേത്രത്തിന് മുമ്പിൽ നിന്ന് ഒരു അമ്മ ചെയ്തു തന്നതാണ്. ഘാട്ടിലേക്കുള്ള റോഡുകളിൽ ഇന്നലത്തേതിനേക്കാളും തിരക്കാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ പോലീസ് നമ്മളെ തടഞ്ഞു. ഇനി അങ്ങോട്ട് നടന്നു പോകാനും പറ്റില്ലെന്നാണ് പറഞ്ഞത്. അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്ന ആൾക്കാർക്ക് മാത്രമായി റോഡ് ഗതാഗതം പരിമിതപ്പെടുത്തിയത്രേ. വശത്തുള്ള ഒരു ഗലിയിലൂടെ പോകാനാണ് പറഞ്ഞത്. അതിലെ നടന്നു പോകാൻ തുടങ്ങി. പ്രശസ്ത സാഹിത്യകാരൻ മാർക്ക് ട്വെയിൻ കാശിയെക്കുറിച്ച് പറഞ്ഞതാണിത്. കാശി അതിന് ചരിത്രത്തേക്കാൾ പഴക്കമുണ്ട്. ഐതിഹ്യങ്ങളേക്കാൾ, ആചാരങ്ങളേക്കാൾ, പാരമ്പര്യത്തേക്കാൾ പഴക്കമുണ്ട്. ഇതെല്ലാം കൂടിച്ചേർന്നതിൻ്റെ ഇരട്ടി പഴക്കമുണ്ട്. ദശാശ്വമേധ ഘട്ടിൽ നിന്ന് നടക്കാൻ തുടങ്ങിയ ഞാൻ മാൻ മഹൽ ഘട്ട് അല്ലെങ്കിൽ മാൻ മന്ദിർ ഘട്ടിൻ്റെ മുന്നിലെത്തി. ദശാശ്വമേധ ഘട്ടിൻ്റെ തൊട്ടടുത്താണ് മാൻ മന്ദിർ ഘട്ട്. മാൻ മഹൽ അല്ലെങ്കിൽ മാൻ മന്ദിർ എന്ന പേരിൽ അതിമനോഹരമായൊരു കൊട്ടാരത്തിനോട് ചേർന്നാണ് ഈ ഘട്ട് സ്ഥിതി ചെയ്യുന്നത്. സോമേശ്വരലിംഗം പ്രത്യക്ഷമായ സ്ഥലമായതുകൊണ്ട് സോമേശ്വര ഘട്ട് എന്നും ഇതിന് പേരുണ്ട്. അമീർ രാജാവായ മഹാരാജ മാൻസിംഗ് 1600 AD ഈ രാജാവ് തന്നെ നിർമ്മിച്ചതാണ്. മറുവശത്തുകൂടി വന്നാൽ ടിക്കറ്റ് എടുത്ത് ഈ പാലസിൻ്റെ അകത്തു കടക്കാൻ സാധിക്കും. അനേകം പഴയകാല വസ്തുക്കൾ പ്രദർശിപ്പിക്കുന്ന ഒരു മ്യൂസിയം അതിനകത്തുണ്ട്. ഏറ്റവും മുകളിൽ ഒരു ഒബ്സർവേറ്ററി ഉണ്ട്, വാനനിരീക്ഷണ കേന്ദ്രം. വേണ്ടത്ര പരിചരണമില്ലാത്തത് കൊണ്ടാകാം അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. മാൻസിംഗിൻ്റെ മകനായ മഹാരാജ ജയ്സിംഗ് ഒരു ജ്യോതിശാസ്ത്ര പണ്ഡിതൻ കൂടിയായിരുന്നു. അദ്ദേഹം നിർമ്മിച്ചതാണ് ജന്തർ മന്ദർ എന്നു പേരുള്ള ഈ ഒബ്സർവേറ്ററി. ഈ കെട്ടിടത്തിൻ്റെ ജനലുകളിലൂടെ നോക്കിയാൽ ഗംഗയുടെ മനോഹര ദൃശ്യങ്ങൾ കാണാം. രാജസ്ഥാനി രജപുത്ത് നിർമ്മാണ ശൈലിയുടെ മനോഹാരിത വിളിച്ചോടുന്നതാണ് ഈ കൊട്ടാരം. ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലാണ്. അവിടുന്ന് നടന്ന് വരാഹി ഘട്ടിലെത്തി. പ്രമുഖമായ വരാഹി മാതാ ക്ഷേത്രം വരാഹിഘട്ടിലാണുള്ളത്. പരമേശ്വരൻ കാശിയിലേക്ക് പറഞ്ഞയച്ച 64 യോഗിനിമാരിൽ ഒരാളാണ് ഇവിടുത്തെ ദേവിയായ വരാഹി ദേവി എന്നാണ് വിശ്വാസം.
നിറയെ ബോട്ടുകളാണ്. കാഴ്ചക്കാരെ നദിയിലൂടെ സവാരി നടത്താൻ വേണ്ടി പല രീതിയിലും പല ചാർജിലുമുള്ള ബോട്ട് സവാരി ഇവിടെ നിന്ന് ലഭ്യമാണ്. എല്ലാ ഘാട്ടുകളും കാണിച്ചുകൊണ്ടുള്ള ബോട്ട് സവാരിക്ക് 8,000 രൂപ 8,000 ആണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അത് കുറച്ച് കൂടുതലാണെന്ന് തോന്നിയത് കാരണം ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങി. അങ്ങനെ നമ്മൾ ലളിതാഘട്ടിലെത്തി. നേപ്പാൾ രാജാവായ റാണ ബഹദൂർ ഷാ നിർമ്മിച്ച ഈ ഘാട്ടിൽ 2 പ്രധാന ക്ഷേത്രങ്ങളുണ്ട്. പ്രസിദ്ധമായ നേപ്പാളി ക്ഷേത്രവും ലളിത ഗൗരി ക്ഷേത്രവുമാണവ. നേപ്പാളിലെ പശുപതിനാഥ ക്ഷേത്രം മാതൃകയാക്കി നിർമ്മിച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ നേപ്പാളി ക്ഷേത്രം. ലളിത ഗൗരിയായി ഇവിടെ ആരാധിക്കുന്നത് പാർവതീദേവിയെ തന്നെയാണ്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പുതിയ കാശി കോറിഡോർ വഴി അകത്തു കടക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ ക്യൂ ആണ് നിങ്ങളീ കാണുന്നത്. വളരെ നീണ്ട ക്യൂ ആണ്. ഇതാണ് പുതിയ കാശി കോറിഡോർ. പവിത്രമായ ഗംഗാനദിയിൽ നിന്ന് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് നേരിട്ട് എത്താൻ സഹായിക്കുന്ന കൊറിഡോറിൻ്റെ കൽപ്പടവുകളിൽ ഞാൻ കുറച്ചു നേരം ഇരുന്നു. ആഗ്രഹങ്ങൾ തീരുന്നില്ല, ഹൃദയം നിറയുന്നുമില്ല. ആശയും തൃഷ്ണകളും ബാക്കിയാക്കി ശരീരം മാത്രം മരിച്ചു പോകുന്നു. ഭക്തിപ്രസ്ഥാനത്തിലെ പ്രധാന കവിയായ കബീർദാസിൻ്റെ വരികളാണിവ. ഇവിടെ ഈ കൽപ്പടവിലിരിക്കുമ്പോൾ കബീർ എന്ന മഹാസന്യാസിയെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. വാരണാസിയിൽ ജനിച്ചു വളർന്ന കബീറിന് പ്രസിദ്ധ പണ്ഡിതനായ രാമാനന്ദിൻ്റെ ശിഷ്യനാകണമെന്ന് ആഗ്രഹം ഉദിച്ചു. നെയ്ത്തുകാരനും മുസ്ലിമുമായ തന്നെ രാമാനന്ദൻ ശിഷ്യനാക്കുമോ എന്ന ഭയം. ഒരു ഹിന്ദു പണ്ഡിതന്റെ ശിഷ്യയെ കൽപ്പടവിൽ കബീർ ഉറങ്ങുന്ന പോലെ കമിഴ്ന്നു കിടന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ അരണ്ട വെളിച്ചത്തിൽ അവിടെ ഒരാൾ കിടക്കുന്നതറിയാതെ രാമാനന്ദ് കബീറിന്റെ ശരീരത്തിൽ കാൽവെച്ചു. അറിയാതെയാണെങ്കിലും താനൊരാളെ ചവിട്ടിയ വ്യസനത്തിൽ രാമാനന്ദ് ഉറക്കെ രാമരാമ എന്ന് ജപിക്കുകയും കിടക്കുന്ന ആളുടെ തലയിൽ സ്പർശിക്കുകയും ചെയ്തു. ഉറക്കം നടിച്ചു കിടന്ന കബീർ ആ രാമമന്ത്രത്തെ മന്ത്രദീക്ഷയായും സ്പർശനത്തെ അനുഗ്രഹമായും സ്വീകരിച്ച് രാമാനന്ദിനെ ഗുരുവായി മനസാവരിച്ചു. വാരണാസിയിലെ ഘാട്ടുകൾക്കും കൽപ്പടവുകൾക്കും ഇതുപോലെ എത്രയെത്ര കഥകൾ പറയാനുണ്ടാകും. പുനരഭി ജനനം പുനരഭി മരണം പുനരഭി ജനനീ ജഡരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാപാരേ പാഹിമുരാരേ. ഭജഗൗതത്തിലെ 22ാമത്തെ ശ്ലോകം. വീണ്ടും വീണ്ടും ജനിക്കുന്നു, വീണ്ടും വീണ്ടും മരിക്കുന്നു, വീണ്ടും അമ്മയുടെ ഗർഭപാത്രത്തിൽ ശയിക്കുന്നു. ഈ സംസാരചക്രത്തിൽ നിന്ന് മോചിപ്പിക്കണേ മുരാരേ എന്നർത്ഥം. കാശിയിൽ ദഹിക്കപ്പെട്ടാൽ സംസാരചക്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മോക്ഷം തേടാം എന്നാണ് വിശ്വാസം. കാശിഘട്ടുകളിൽ ഹരിശ്ചന്ദ്രഘട്ടിലും മണികർണികാഘട്ടിലുമാണ് ചിതകൾ ഒരുക്കാറ്. ഇതാണ് മണികർണികാഘട്ട്. മുള കൊണ്ടുള്ള ഘട്ടിലിൽ പട്ടുകൊണ്ടു മൂടി പൂക്കളാൽ അലങ്കരിച്ച് രാമനാമത്തോടെ ഗംഗയിൽ മുക്കി ശുദ്ധിയാക്കി സംസ്കരിക്കാൻ കൊണ്ടുപോകുന്ന മൃതദേഹങ്ങൾ കാണാം. തുടർച്ചയായി ഇങ്ങനെ കൊണ്ടുപോകുന്ന മൃതദേഹങ്ങൾ നോക്കിയിരിക്കെ നമ്മൾ ഒരിക്കലെങ്കിലും ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കും. ജീവിതത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ച്, നമ്മുടെ എല്ലാം അഹംഭാവത്തെക്കുറിച്ച്. ഒരു നീർക്കുമിള പോലെ എപ്പോഴെങ്കിലും പൊട്ടിത്തകരാവുന്ന ഒരു ജീവിതവും വെച്ച് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളുടെ വലിപ്പത്തെക്കുറിച്ച്. മണികർണികാഘട്ടിൽ മൃതദേഹം ഒരുക്കുന്നതിൻ്റെയും ചിതയൊരുക്കുന്നതിൻ്റെയും മറ്റു കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെയും എല്ലാം പൂർണ്ണ ഉത്തരവാദിത്തം ഡോമുകൾക്കാണ്. ഡോമുകളുടെ നേതാവിനെ ഡോം രാജ എന്ന് വിളിക്കും. ഡോമുകൾ ചണ്ടാലരാണ്. ജീവിതകാലം മുഴുവൻ ചണ്ടാലരെ തീണ്ടാപ്പാടകലെ നിർത്തിയിരുന്ന ബ്രാഹ്മണരും ഉന്നത കുലജാതിക്കാരുടെയും മൃതദേഹങ്ങൾ ചണ്ടാലരുടെ സ്പർശനം കാത്ത് ക്ഷമയോടെ
മണികർണികാഘട്ടിൽ കിടക്കും. അത് കാലത്തിൻ്റെ മറ്റൊരു കാവ്യനിധി, കർമ്മ വിൽ റിട്ടേൺ എന്നൊക്കെ പറയില്ലേ, അതുപോലെ. സനാതനധർമ്മത്തിൻ്റെ ചരിത്രപരമായും ആത്മീയമായും സാംസ്കാരികമായുമുള്ള പ്രാധാന്യത്തിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് ഇതുപോലുള്ള ഇടങ്ങൾ. ജീവിതത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ചും ആത്മീയതയുടെ ഉണ്മയെക്കുറിച്ചും ചിലർക്കെങ്കിലും തിരിച്ചറിവുണ്ടാകും ഇവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ. ശാന്തിയുടെയും പ്രതീക്ഷയുടെയും ഈ തുരുത്തുകൾ ജീവിത രഹസ്യത്തിൻ്റെ താഴുകൾ തുറക്കാനുള്ള താക്കോലുകളാണ്. ദക്ഷയാഗം നടന്നപ്പോൾ അപമാനിതയായ പുത്രി സതി ആത്മാഹൂതി ചെയ്ത ദക്ഷപ്രജാപതി ക്ഷേത്രം ഹരിദ്വാറിലാണ്. ആ ക്ഷേത്രവിശേഷങ്ങൾ ഹരിദ്വാറിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ എന്ന എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ. കണ്ടിട്ടില്ലാത്തവർക്കായി ലിങ്ക് താഴെ ഇടുന്നു. മഹാദേവന്റെ ക്രോധവും വിഷമവും കണ്ട് സഹിക്കാവയ്യാതെയാണ് മഹാവിഷ്ണു സതിയുടെ ശരീരം പല കഷ്ണങ്ങളാക്കി ചിതറിപ്പിക്കുന്നത്. അതിൽ സതിയുടെ കർണാഭരണം വീണ സ്ഥലമാണ് മണികർണികാഘട്ട് എന്നാണ് വിശ്വാസം. ദേവിയുടെ ശരീരഭാവങ്ങൾ വന്നു വീണ ഇടങ്ങളെല്ലാം ശക്തിപീഠങ്ങളായി പ്രാധാന്യമുള്ളതാണ്. അങ്ങനെ മണികർണികാഘട്ടിൽ നിൽക്കുമ്പോഴാണ് ഒരേ സമയം സന്തോഷം തോന്നുന്നതും വിഷമം തോന്നുന്നതുമായ ഒരു വിവരമറിഞ്ഞത്. ഇന്ന് രാത്രിയിലെ ട്രെയിനിൽ ടിക്കറ്റ് ഓക്കെ ആയിരിക്കുന്നു. വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു ടിക്കറ്റ്. ബനാറസിൽ നിന്ന് രാമേശ്വരം വരെ പോകുന്ന ട്രെയിൻ പ്രയാഗ്രാജ് വഴിയാണ് പോകേണ്ടത്. എന്തോ കാരണവശാൽ ട്രെയിൻ റീറൂട്ട് ചെയ്ത് പ്രയാഗ്രാജ് സ്റ്റേഷൻ ഒഴിവാക്കി. അത് കാരണമാണെന്ന് തോന്നുന്നു ധാരാളം ക്യാൻസലേഷൻ വന്നു. ടിക്കറ്റ് കിട്ടി. ഞാൻ ഒരു നിമിഷം കൊണ്ട് കഠിനമായ ആൾത്തിരക്കിൽ നിന്ന് വിജനവും നിശബ്ദവുമായൊരു വഴിയിലേക്ക് എടുത്തെറിയപ്പെട്ട പോലെ. വിജനമായ വഴികൾ, നിശബ്ദമായ ഇടങ്ങൾ. ജീവിതം പോലെ തന്നെയാണ് കാശിയും. വൺ റോങ് ടേൺ ആൻഡ് യു ആർ ഓൾ അലോൺ ആൻഡ് ലോസ്റ്റ്. വിജനമായ ആ വഴികളിലൂടെ നടക്കുമ്പോൾ ഞാൻ ഓർത്തത് ബിസ്മില്ലാ ഖാൻ എന്ന ഷഹനായ് മാന്ത്രികനെ കുറിച്ചാണ്. വാരണാസിയുടെ പുത്രൻ. അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ഒക്കെ ക്ഷണമുണ്ടായിട്ടും അവിടെ പോയാൽ ധനികനായി തിരിച്ചു വരാം എന്നറിഞ്ഞിട്ടും അവിടെ ഗംഗയില്ലല്ലോ എന്ന് പറഞ്ഞ് കാശിയുടെ തെരുവുകളിൽ നിസ്വനായി മരിച്ചു വീണ ബിസ്മില്ലാ ഖാൻ. ബിസ്മില്ലാ ഖാനിൻ്റെ വീട് കാണണമെന്നുണ്ടായിരുന്നു. പിന്നെയും ഒരുപാടിടങ്ങൾ കാണണമെന്നുണ്ടായിരുന്നു. കബീർ മഠം, ചൗസാത്ത് യോഗിനി ടെമ്പിൾ, അതെ അത് തന്നെ, ശിവൻ പറഞ്ഞയച്ച 64 യോഗിനിമാരുടെ അമ്പലം. പിന്നെ ലാഹിരി മഹാദേവൻ്റെ സമാധി, സത്യലോകാശ്രമം. പിന്നെ നാഥ് പരമ്പരയിലെ മഹേന്ദ്രനാഥ് നിർമ്മിച്ച കാമാഖ്യ ക്ഷേത്രം. അങ്ങനെ കൺവെൻഷനലായി വാരണാസി തീർത്ഥാടകർ പോകാത്ത കുറേ ഇടങ്ങളിൽ പോകണമെന്നുണ്ടായിരുന്നു. യാത്രയിലെ അനിശ്ചിതത്വം കാരണം എല്ലാം മാറി മറിഞ്ഞു. ഒരു തവണ കൂടി വരാം. കാശി എത്ര കണ്ടാലും മതി വരാത്തതാണല്ലോ. തണുപ്പുകാലത്ത് മാത്രം കാശിയിൽ കിട്ടുന്ന ഒരു മധുര പലഹാരമാണ് എൻ്റെ കയ്യിൽ. മലായിയോ എന്നാണ് ഇതിന് പേര്.
ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നന്ദി.